ആലപ്പുഴ കളർകോട് അപകടത്തിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. കാർ വാടകയ്ക്ക് നൽകിയതാണെന്ന് നേരത്തെ നമ്മൾ ആ വിവരം പങ്കുവച്ചിരുന്നു. RTO തന്നെയാണ് അക്കാര്യത്തിൽ സ്ഥിരീകരണം അറിയിക്കുന്നത്. വാഹനത്തിന്റെ RC റദ്ദാക്കും എന്നും RTO AK ദിലു വ്യക്തമാക്കി. അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചാൽ അദ്ദേഹം 10:30 ഈ കുട്ടിയുടെ ലൈസൻസ് വാട്സപ്പിൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഗൂഗിൾ പേ ചെയ്തതായിട്ട് പോലീസുമൊക്കെ പറയുന്നുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് അവർക്ക് നിസ്സാരമായിട്ട് എടുക്കാൻ കഴിയും. പിന്നെ അദ്ദേഹം അത് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അന്വേഷിക്കാം, നിസ്സാരമായി അന്വേഷിച്ച് അതിൻ്റെ വിവരങ്ങൾ തേടാവുന്നത് എടുക്കാവുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത്തരം വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ റെൻ്റ് ക്യാബിൻ്റെ ലൈസൻസ് വേണം. ഇവിടെ ആർക്കും റെൻ്റ് ക്യാബിൻ്റെ ലൈസൻസ് നമ്മുടെ ജില്ലയിലില്ല. എറണാകുളത്തും ട്രിവാൻഡ്രത്തും ഒക്കെ ഉണ്ട്. 50ഓളം വാഹനങ്ങൾ വേണം അത്തരത്തിലുള്ള റെൻ്റ് ക്യാബിൻ്റെ ഓതറൈസ്ഡ്. ഇദ്ദേഹം അങ്ങനെയുള്ള ഓതറൈസേഷൻ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഇദ്ദേഹം ഇങ്ങനെ വാടകയ്ക്ക് കൊടുക്കുന്നതിൻ്റെ തെളിവുകൾ നമുക്ക് നിരവധിയായി കിട്ടിയിട്ടുണ്ട്. പരാതികൾ നമ്മുടെ കയ്യിലുണ്ട്. KTDO നമുക്ക് പരാതി തന്നിട്ടുണ്ട്. KTDO അടുത്ത ദിവസം എൻ്റെ ഓഫീസ് ധർണയ്ക്ക് വരുമെന്ന് പറഞ്ഞ് അവർ പരാതി നമുക്ക് തന്നിട്ടുണ്ട്. തെളിവുകൾ അദ്ദേഹത്തിന് തികച്ചും വരികയാണ്. അദ്ദേഹം അത് അങ്ങനെ ചെയ്ത് തന്നെ അതിൻ്റെ നിയമ നടപടി സെക്ഷൻ 53 അനുസരിച്ചുള്ളത് ഞങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്യുക തന്നെ ചെയ്യും. സെക്ഷൻ 53 അതിൻ്റെ രജിസ്ട്രേഷൻ സസ്പെൻഡ് ചെയ്യാം. അതായത് റിവാർഡിന് വേണ്ടിയിട്ടോ റെന്റിന് വേണ്ടിയിട്ടോ വാഹനം കൊടുക്കുന്നതായിട്ട് കണ്ടെത്തിയാൽ RTOയ്ക്ക് അതിൻ്റെ രജിസ്ട്രേഷൻ ക്യാൻസൽ ചെയ്യാവുന്നതാണ്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. രഘു, ഈ കാര്യത്തിൽ ഒരു കർശന പരിശോധന എന്തായാലും ഉണ്ടാകും, നടപടികൾ RTO കടുപ്പിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, അല്ലേ? അതെ, കാരണം നമ്മൾ ഈ ബുള്ളറ്റിൻ്റെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് വലിയ കുറ്റമൊന്നുമല്ലെങ്കിലും നിലവിലെ നിയമപ്രകാരം വാഹനം അധികൃതമായി റെന്റിന് കൊടുക്കുന്നത് തെറ്റാണ്. അത് ഗുരുതര മോട്ടോർ വാഹന നിയമങ്ങളുടെ ലംഘനമാണ് എന്ന് മാത്രമല്ല ഈ വാഹന ഉടമയ്ക്കെതിരെ കുറച്ചധികം പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നുമാണ് RTO പറയുന്നത്. കാരണം ടാക്സി ഡ്രൈവർമാരുടെ ഉൾപ്പെടെയുള്ള പരാതികൾ. കാരണം ഈ ടാക്സി ഡ്രൈവർമാർ ഈ വലിയ നികുതിയൊക്കെ കൊടുത്ത് വാഹനം നിരത്തിലിറക്കുമ്പോൾ ഇത് പ്രൈവറ്റായിട്ടുള്ള വാഹനമാണ്, അതിന് ടാക്സിയെ അപേക്ഷിച്ച് നികുതി കുറവാണ്. അതുകൊണ്ട് തന്നെ വാടകയും കുറവാണ്. കാരണം നമ്മളിപ്പോൾ ടാക്സി വിളിച്ച് ഒരു വിമാനത്താവളത്തിൽ പോവുകയാണെങ്കിൽ, ഇപ്പോൾ ഇവിടെ ആലപ്പുഴയിൽ നിന്ന് പോവുകയാണെങ്കിൽ 3500 രൂപ 4000 രൂപയാവും. മറിച്ചൊരു വാഹനം റെൻറ്റിനെടുത്താൽ 1000 രൂപ, അതിൻ്റെ കൂടെ ഒരു 1500 രൂപയുടെ പെട്രോളോ ഡീസലോ വല്ലോ അടിച്ചാൽ മതി. അത്ര അങ്ങനെ ഉള്ള നിയമവിരുദ്ധമായ പ്രവർത്തനം പതിവായി നടത്തുന്ന ആളാണ് ഈ വാഹന ഉടമ എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണ്ടെത്തൽ. എന്ന് മാത്രവുമല്ല, ഈ വാഹനം അപകടമുണ്ടാക്കിയ വാഹനം വാടകയ്ക്ക് കൊടുത്തതാണ് എന്നതിൻ്റെ തെളിവുകളും മോട്ടോർ വാഹന വകുപ്പിനും പോലീസിനും ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന നിയമപ്രകാരമുള്ള നടപടികൾ എടുക്കും എന്നുള്ളതാണ് RTO പറഞ്ഞത്. വാഹനത്തിൻ്റെ ലൈസൻസ് റദ്ദാക്കുക, ഒപ്പം തന്നെ ഇയാളുടെ പേരിലുള്ള മറ്റു വാഹനങ്ങൾക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ മോട്ടോർ വാഹന വകുപ്പിന് സ്വീകരിക്കാൻ പറ്റുന്ന നടപടികളെല്ലാം ഈ കേസിലെടുക്കും എന്നുള്ളതാണ് RTO അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. രഘുനാഥ് നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും നടപടികൾ, നിയമപരമായ നടപടികളുമായി MVDക്കും പോലീസും ഒക്കെ മുന്നോട്ട് പോയേ മതിയാകൂ. മനുഷ്യത്വം അതൊരു ഭാഗത്തുണ്ട്, അതെങ്ങനെയാണ്, സൗഹൃദമാണോ, എങ്ങനെയാണ് കൊടുത്തതെന്നൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുന്നെങ്കിലും തെളിവുകൾ 1000 രൂപ ഗൂഗിൾ പേ ചെയ്ത് വാടക എന്ന നിലയ്ക്ക് വാങ്ങി എന്ന് പറയുമ്പോൾ സ്വാഭാവികം അല്ലേ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടി. പിന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ റെന്റ് ക്യാബ് ലൈസൻസ് ആലപ്പുഴ ജില്ലയിൽ ആർക്കും ഇല്ല എന്നുകൂടി RTO സൂചിപ്പിക്കേണ്ട. ഇപ്പോൾ നടപടികൾ മുന്നോട്ട് പോട്ടെ.